എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെയും ദയയെയും കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ശ്രവിക്കാം. എഫേസ്യർ 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേയാകുന്നു. രക്ഷയിൽ ദൈവത്തിൻ്റെ അവിശ്വസനീയമായ പ്രവൃത്തിയെ ഊന്നിപ്പറയുന്ന പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ കത്തിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഇതിന് പിന്നിലുള്ള വാക്യങ്ങളിൽ ലോകത്തിൻ്റെ വഴികൾ പിന്തുടരുകയും ദൈവക്രോധത്തിന് യോഗ്യരാകുകയും ചെയ്ത മനുഷ്യവർഗം എങ്ങനെയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചതെന്ന് പൗലോസ് വിവരിക്കുന്നു. എന്നിരുന്നാലും അവൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും നിമിത്തം ദൈവം വിശ്വാസികളെ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിക്കുകയും അവരെ ഉയർത്തുകയും സ്വർഗീയ മണ്ഡലങ്ങളിൽ അവനോടൊപ്പം ഇരുത്തുകയും ചെയ്തു. ഈ വാക്യത്തിൽ ക്രിസ്ത്യൻ രക്ഷയുടെ സാരാംശം ഉൾപ്പെടുന്നു. ഇത് പൂർണ്ണമായും ദൈവകൃപയുടെ പ്രവൃത്തിയാണ്, വിശ്വാസത്തിലൂടെ ലഭിച്ചതാണ്, അല്ലാതെ മനുഷ്യ പ്രയത്നത്തിൻ്റെയോ യോഗ്യതയുടെയോ ഫലമല്ല. രക്ഷ എന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹവും ദയയുമാണ് കൃപ. ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത പാപികൾക്കായി നീട്ടിയിരിക്കുന്നതാണ്. വിശ്വാസികൾക്ക് ദൈവകൃപ ലഭിക്കുന്നതിനുള്ള മാർഗമാണ് വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിലും പുനരുത്ഥാനത്തിലും രക്ഷയ്ക്കും വേണ്ടിയുള്ള വിശ്വാസത്തിലാണ്. നീതിക്കായി ഒരാളുടെ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നില്ല. സൽക്കർമ്മങ്ങൾ, ധാർമ്മികത, മതപരമായ ആചരണം എന്നിവയിലൂടെ മനുഷ്യർക്ക് നേടാൻ കഴിയുന്ന ഒന്നല്ല മോക്ഷം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മനുഷ്യരാശിയെ വീണ്ടെടുക്കാനുള്ള അവിടുത്തെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്ന അവൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ദൈവം സൗജന്യമായി നൽകിയ ഒരു ദൈവീക ദാനമാണിത്. ദൈവത്തിൻ്റെ മുൻകൈയിലും ഔദാര്യത്തിലും രക്ഷയുടെ പൂർണ്ണമായ ആശ്രയത്വത്തെ പൗലോസ് ഊന്നി പറയുന്നു. ഇത് പൊങ്ങച്ചമോ സ്വാശ്രയമോ ഇല്ലാതാക്കുന്നു. കാരണം രക്ഷയുടെ എല്ലാ ക്രെഡിറ്റും ദൈവത്തിനാണ്. മാനുഷിക പ്രവൃത്തികളോ നേട്ടങ്ങളോ രക്ഷയ്ക്ക് സംഭാവന ചെയ്യുന്നു എന്ന ചിന്തയെ ഈ വാക്യം തകർക്കുന്നു. പകരം യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാരയാഗത്തെ വീണ്ടെടുപ്പിനുള്ള ഏക അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നു. രക്ഷ ഒരു ദാനമാണെന്ന് നാം തിരിച്ചറിയണം. നന്ദിയോടെയും താഴ്മയോടെയും പ്രതികരിക്കണം. പൂർണ്ണമായും യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. മറ്റുള്ളവരെ സ്നേഹിച്ചും സേവിച്ചും ദൈവകൃപ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിക്കാൻ നാം ശ്രമിക്കണം. വിശ്വാസത്തിലൂടെയും അർപ്പണത്തിലൂടെയും കൃപയാൽ രക്ഷയുടെ സന്ദേശം പ്രഘോഷിപ്പിക്കണം. മറ്റുള്ളവരിൽ യേശുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് നാം ജീവിക്കണം. സ്നേഹപിതാവേ, സൗജന്യദാനമായി രക്ഷ നൽകുന്നതിൽ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹവും കരുണയും മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവൻ്റെ കൃപയ്ക്കുള്ള പ്രതികരണമായി വിശ്വാസത്തിൻ്റെയും നന്ദിയുടെയും സേവനത്തിൻ്റെയും ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.